പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് അനന്തു കോടതിയിൽ പറഞ്ഞു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് അനന്തു കൃഷ്ണനെ പോലീസ് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി. കിരൺ കുമാർ ചേരുന്നു. കിരൺ, കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് അനന്തു കടന്നിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? അനിൽകുമാർ, ഈ വില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന അനന്തുവിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് അനന്തു ഇത്തരത്തിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നായിരുന്നു അനന്തു കൃഷ്ണൻ പറഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിലെ ഉന്നത നേതാക്കളും ഒപ്പം തന്നെ ജുഡീഷ്യറിയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ തന്നെ തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നായിരുന്നു അനന്തുവിന്റെ പരാമർശമുണ്ടായിരുന്നത്. തനിക്ക് ജാമ്യം വേണമെന്നുള്ള ഒരു കാര്യം കൂടി അനന്തു ആവശ്യപ്പെട്ടിരുന്നു. ഈ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 5 ദിവസം അനന്തുവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, ഈ അനന്തുവിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ചില സ്ഥാപനങ്ങളിലും അനന്തുവിന്റെ സ്ഥാപനങ്ങളിലും ഒപ്പം തന്നെ ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്തുവകകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംഘം ഈ സ്ഥലങ്ങളിലെത്തി പരിശോധനകളൊക്കെ നടത്തിയിരുന്നതാണ്. ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയത്. ഏതായാലും അനന്തുവിന്റെ ജാമ്യാപേക്ഷ നാളെ വീണ്ടും മൂവാറ്റുപുഴ കോടതി പരിഗണിക്കുന്നതായിരിക്കും. പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് അനന്തു കോടതിയെ അറിയിച്ചു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് അനന്തു കൃഷ്ണനെ പോലീസ് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.